നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. പ്രധാനമന്ത്രിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ വീണ്ടും മുഖ്യമന്ത്രി. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ മോദിക്കും രാഹുലിനും ഒരേ സ്വരമെന്ന് പിണറായി വിജയൻ. കേരളത്തിന്റെ നേട്ടങ്ങളെ നുണ കൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമമെന്നും വിമർശനം. വീട്ടിലെ വോട്ടിൽ പരാതികൾ തീരുന്നില്ല. പത്തനംതിട്ടയിൽ മരിച്ചയാളുടെ പേരിൽ കള്ളവോട്ട്. ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയ LDF. കണ്ണൂരിൽ CPM-നെതിരെ വീണ്ടും പരാതിയുമായി UDF. സംവിധായകൻ ജോഷിയുടെ വീട്ടിലെ മോഷണത്തിൽ പ്രതി പിടിയിൽ. മുംബൈ സ്വദേശി മുഹമ്മദ് ഇർഷാദിനെ കസ്റ്റഡിയിലെടുത്തത് കർണാടകയിൽ നിന്ന്. മോഷ്ടിച്ചത് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ 1 കോടി രൂപയുടെ വസ്തുക്കൾ. തിരുവനന്തപുരത്ത് പിറന്നാൾ ആഘോഷത്തിനിടെ സംഘർഷം. 4 പേർക്ക് കുത്തേറ്റു. സംഭവം ഇന്നലെ രാത്രി കഴക്കൂട്ടത്ത് ബാർ റെസ്റ്റോറന്റിൽ. 3 പേർ കസ്റ്റഡിയിൽ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യത. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത ബംഗളൂരുവിനെ നേരിടും. പഞ്ചാബ് ഗുജറാത്ത് പോരാട്ടം രാത്രി 7:30 മൊഹാലിയിൽ.